to discussing about the method bisection method. Let a function f of x be continuous between a and b. For definiteness, let f of a be negative and f of b be positive. Then there is a root of the function f of x equal to 0 is lying in between a and b. Let the first approximation be x naught equal to a plus b by 2. That is, നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ റൂട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു അപ്രോക്സിമേഷൻ വഴിയാണ് ചെയ്ത് പോകുന്നത്. അതായത് ആ റൂട്ട് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഇൻ്റർവെലിൻ്റെ ഇടയ്ക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക. ആ ഇൻ്റർവെൽ എന്ന് പറയുന്നത് നമ്മൾ ഈ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 0, 1, 2, 3 എന്നുള്ള വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒരു വാല്യൂ പോസിറ്റീവും, അതായത് എഫ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്തു, എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്തു, എഫ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടി. പക്ഷേ എഫ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടിയെന്നുണ്ടെങ്കിൽ അതിന് മീനിങ് എന്ന് പറയുന്നത് ഈ 1നും 2നും ഇടയ്ക്കായിട്ടാണ് ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ട് കിടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് ഇവിടെ ജനറലായിട്ട് എയും ബിയും ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻ്റർവെല്ലായിട്ട് എയിനെയും ബിയിനെയും എടുത്തു. എഫ് ഓഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് കൺസിഡർ ചെയ്യുകയാണ്. എഫ് ഓഫ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എയ്ക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കായിട്ട് കിടക്കുന്നുണ്ട്. ആ റൂട്ടിനെ നമ്മൾ എക്സ് നോട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ആ എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സിൻ്റെ ആവറേജ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതായത് എ പ്ലസ് ബി ബൈ 2 ആയിട്ടാണ് എക്സ് നോട്ടിനെ എടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് നോട്ട് എടുക്കുക. അതായത് ആ എക്സ് നോട്ട് എന്നുള്ളത് വാല്യൂ ആ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. അതെന്ന് പറയുന്നത് ഇപ്പോൾ അഗെയിൻ പോസിറ്റീവ് വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കും. പോസിറ്റീവ് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അപ്പോൾ അതിന് തൊട്ട് മുന്നുള്ളത് ഏതാ, എ ആണ്. എ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കുന്നത് എക്സ് നോട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ട്, ദെൻ ബി ആണ് ഉള്ളത്. അപ്പോൾ എയ്ക്കും എക്സ് നോട്ടിന് ഇടയ്ക്കാണ് അടുത്ത റൂട്ട് കിടക്കുന്നത്. അതായത് ആ റൂട്ട് കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് കിടക്കുന്നത് എയ്ക്കും എക്സ് നോട്ടിനും ഇടയ്ക്ക്. അപ്പോൾ അടുത്ത റൂട്ടായിട്ട് നമ്മൾ അപ്രോക്സിമേഷൻ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്, അടുത്ത റൂട്ട് കിടക്കുന്നത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എയ്ക്കും എക്സ് നോട്ടിനും ഇടയ്ക്കാണ്. നമ്മൾ ആ റൂട്ടിന് നമ്മൾ x1 എന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ ആ x1ൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കേണ്ടത് എ പ്ലസ് എക്സ് നോട്ട് ബൈ 2. ദെൻ എഫ് ഓഫ് x1ൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അടുത്ത അപ്രോക്സിമേഷൻ. ആ ഒരു മെത്തേഡാണ് ഫസ്റ്റ് ഞാനിവിടെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി, അത് മനസ്സിലാവും. നമുക്ക് പ്രോബ്ലം വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൈൻഡ് എ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് എ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 11 ഈക്വൽ ടു 0 കറക്റ്റ് ടു 4 ഡെസിമൽസ് യൂസിങ് ദി ബൈസെക്ഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 11 എന്നുള്ള ഫംഗ്ഷൻ്റെ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 11 എടുത്തു. ഇനി ആദ്യം നമുക്ക് എഫ് ഓഫ് 0 എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് 0 കൊടുക്കുമ്പോൾ എന്ത് വരും, എഫ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 11 എന്ന് വരും. ഇനിയിപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 കൊടുക്കുമ്പോഴെന്താ വരുന്നത്, 1 മൈനസ് 1 മൈനസ് 11 എന്ന് പറയുമ്പോൾ അഗെയിൻ മൈനസ് 11. അതാണ് എഫ് ഓഫ് 0 എഴുതാതെ ഇരുന്നത്. അതും കൂടി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ അടുത്ത വാല്യൂ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 2 കൊടുക്കുക. എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എന്ത് വന്നിരിക്കുന്നത്, 2 ക്യൂബ് മൈനസ് 2 മൈനസ് 11. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അഗെയിൻ മൈനസ് 5 ആണ്. അപ്പോൾ എഫ് ഓഫ് 1നും മൈനസ് 11 ആണ് കിട്ടിയത്, എഫ് ഓഫ് 2നും മൈനസ് 5 ആണ് കിട്ടിയത്. ദെൻ അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് 3 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കിട്ടിയത് 13 ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഈ എഫ് ഓഫ് 2നും എഫ് ഓഫ് 3ക്കും ഇടയ്ക്കായിട്ടാണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട് കിടക്കുന്നത്. ആ റൂട്ടിന് നമ്മളിപ്പോൾ x1 എന്ന് കൺസിഡർ ചെയ്യുകയാണ്. ആ റൂട്ടായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ഈ ഇൻ്റർവെല്ലിൻ്റെ ആവറേജ് വാല്യൂ. അപ്പോൾ 2 + 3/2 ആയിട്ട് നമ്മൾ x1നെ എടുക്കുക. അപ്പോൾ ഹിയർ ദി ഫസ്റ്റ് അപ്രോക്സിമേഷൻ to be taking as x1 equal to 2 + 3/2 equal to 2.5. then f of 2.5 എന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിൻ്റെ സ്ഥാനത്ത് 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടുന്നത്
പോസിറ്റീവ് വാല്യൂ ആണ് പറഞ്ഞത്. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇൻ ബിറ്റ്വീൻ ടു എഫ് ഓഫ് ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവും എഫ് ഓഫ് 2.5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവും ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് ടുവിനും എഫ് ഓഫ് 2.5നും ഇടയ്ക്കായിട്ടാണ് ആ റൂട്ട് കിടക്കുന്നത്. അടുത്ത അപ്രോക്സിമേഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ദി റൂട്ട് ഈസ് ലൈങ് ഇൻ ബിറ്റ്വീൻ 2 ആൻഡ് 2.5 എന്ന് എടുക്കുക. So let this second approximation is taking as x2 equal to 2 plus 2.5 by 2, that is equal to 2.25. Then again നമ്മൾ എഫ് ഓഫ് 2.25 കൺസിഡർ ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് 2.25 കൺസിഡർ ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നത് -1.859375. വാട്ട് എവർ ഇറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ, അതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. എഫ് ഓഫ് 2.5 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. എഫ് ഓഫ് 2.25 എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് വാല്യൂ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ എഫ് ഓഫ് 2.5നും എഫ് ഓഫ് 2.25നും ഇടയ്ക്കായിട്ടാണ് ആ റൂട്ട് കിടക്കുക. കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാല്യൂസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 2.5നും 2.25നും ഇടയ്ക്കായിട്ടാണ് ആ റൂട്ട് കിടക്കുന്നതെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ലെറ്റ് ദി റൂട്ട് ഈസ് ലൈങ് ഇൻ ബിറ്റ്വീൻ 2.5 ആൻഡ് 2.25. നമ്മൾ ഒരു പോസിറ്റീവിനും ഒരു നെഗറ്റീവിനും ഇടയ്ക്കായിട്ടാണ് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എഫ് ഓഫ് 2 എടുത്തപ്പോൾ നമുക്ക് -5 ആണ് കിട്ടിയത്. ദെൻ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് പോസിറ്റീവ് കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്തു. 2നും 3ക്കും ഇടയ്ക്കാണ് ആ റൂട്ട് കിടക്കുന്നത്. ആ റൂട്ടായിട്ട് നമ്മൾ 2.5നെ എടുത്തു. ഇനി എഫ് ഓഫ് 2.5ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതും പോസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് 3നേക്കാൾ കുറച്ച് കുറവല്ലേ 2.5. അപ്പോൾ 2നും 2.5നും ഇടയ്ക്കാണെന്നുള്ളത് കിട്ടി. ദെൻ അതിൻ്റെ ആവറേജ് വാല്യൂ അടുത്ത അപ്രോക്സിമേഷനായിട്ട് നമ്മൾ എടുത്തു. 2നും 2.5നും ഇടയ്ക്കായിട്ടാണ് റൂട്ട് കിടക്കുന്നതെന്ന് എടുത്തു. ആ റൂട്ടിനെ നമ്മൾ 2.25 ആയിട്ട് എടുത്തു. അതായത് 2 + 2.5 by 2 എടുത്തു. ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് നെഗറ്റീവാണ് കിട്ടിയത്. അപ്പോൾ 2 കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി. അതായത് 2.25ന് നെഗറ്റീവ് വാല്യൂ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ 2ഉം കഴിഞ്ഞ് 2.25ഉം കഴിഞ്ഞിട്ടാണ് റൂട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിടക്കുന്ന അടുത്ത പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ 2.25നും 2.5നും ഇടയ്ക്കായിട്ടാണ് റൂട്ട് കിടക്കുന്നത്. അടുത്ത റൂട്ടായിട്ട് നമ്മൾ അപ്രോക്സിമേഷൻ എടുക്കേണ്ടത്. അപ്പോൾ 2.5ഉം 2.25നും ഇടയ്ക്കാണെന്നാണ് എടുക്കേണ്ടത്. ലെറ്റ് ദാറ്റ് അപ്രോക്സിമേഷൻ ബി x3. അപ്പോൾ x3യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 2.25 പ്ലസ് 2.25 by 2. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.375 എന്ന് കിട്ടും. ഇനി ആ വാല്യൂവിൻ്റെ എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുത്തിട്ടുള്ള വാല്യൂ നോക്കുക. അപ്പോൾ അത് കിട്ടുന്നത് 0.021483 എന്നാണ് കിട്ടുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് എഗെയിൻ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 2.5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ കിട്ടിയേ? എഫ് ഓഫ് 2.5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് 2.35ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ദി റൂട്ട് ഈസ് ലൈങ് ഇൻ ബിറ്റ്വീൻ 2.25 ആൻഡ് 2.375. Then the next approximation is taking as x4, that is the average value 2.25 and 2.375. then അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ കിട്ടുന്നത് 2.3125 എന്നാണ്. ദെൻ അഗെയിൻ എഫ് ഓഫ് എക്സിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നെഗറ്റീവിൻ്റെ മീനിങ് എന്താ? ഇവിടെ നമുക്ക് x3 എന്ന് പറയുന്ന വാല്യൂ എഫ് ഓഫ് x3 എന്ന് പറയുന്നത് പോസിറ്റീവും എഫ് ഓഫ് x4 ഇതിപ്പോൾ നെഗറ്റീവുമാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ആ റൂട്ട് കിടക്കുന്നത് കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് x3ക്കും x4നും ഇടയ്ക്കായിട്ടാണ് കിടക്കുന്നത്. So let the hence the root is lying in between x3 and x4. Hence the fifth approximation is taking as x5 equal to x3 plus x4 by 2. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.375 പ്ലസ് 2.3125 by 2 ചെയ്യുക. അപ്പോൾ വാല്യൂ കിട്ടുന്നത് 2.34375. ദെൻ ആ വാല്യൂ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ എന്താണെന്ന് നോക്കുക. അപ്പോൾ അത് എഗെയിൻ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ x3 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ പോസിറ്റീവ് കിട്ടി. x4 എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടി. x5 എന്ന് പറയുന്നതും നെഗറ്റീവ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ x5 എന്ന് പറയുന്നത് എന്താ? x4നേക്കാൾ കുറച്ചും കൂടി ചെറിയ വാല്യൂ അല്ലേ?
2.3435 ആണ് x4, 3.3125. അതായത് x4 എന്ന് പറയുന്നത് കുറച്ച് ലെഫ്റ്റ് സൈഡിലും x5 എന്ന് പറയുന്നത് കുറച്ചും കൂടി റൈറ്റ് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൺസിഡർ ചെയ്യേണ്ടത് കൊണ്ട് x3ക്കും x5നും ഇടയ്ക്കായിട്ടാണ് ആ റൂട്ട് കിടക്കുന്നതെന്ന് എടുക്കുക. ഓക്കെ, അതിന് തൊട്ട് മുന്നുള്ള വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ x4ഉം x5ഉം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം x4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി നെഗറ്റീവാണ്, x5ൻ്റെ വാല്യൂ എന്ന് പറയുന്നതും നെഗറ്റീവാണ്. അപ്പോൾ രണ്ടും ഒരേ സൈൻ വരുന്ന വാല്യൂസ് തമ്മിൽ നമുക്ക് ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്ക് റൂട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ x4ന് തൊട്ട് മുന്നേ വന്നിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ x4 എന്ന് പറയുന്നത് നെഗറ്റീവാണ്, പക്ഷേ x3 എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ. സോ x3ക്കും x4നും ഇടയ്ക്കാണ് ആ റൂട്ട് കിടക്കുന്നതെന്നാണ് എടുക്കേണ്ടത്. സോ ദി റൂട്ട് ഈസ് ലൈങ് ഇൻ ബിറ്റ്വീൻ x3 ആൻഡ് x4. x4 എന്താ എടുക്കാത്തതെന്ന് മനസ്സിലായല്ലോ. x4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, x5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് വാല്യൂസിൻ്റെ ഇടയ്ക്ക് എന്തായാലും നമ്മുടെ ഫംഗ്ഷൻ്റെ റൂട്ട് വരില്ല. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആവാനേ പാടുള്ളൂ. അപ്പോൾ x5 ഓൾറെഡി നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടി. അപ്പോൾ അതിന് തൊട്ട് മുന്നേ വന്നിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിട്ട് x3യുടെ ആണ്, x3 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ ദി റൂട്ട് ഈസ് ലൈ ഇൻ ബിറ്റ്വീൻ x3 ആൻഡ് x4. അപ്പോൾ അടുത്ത അപ്രോക്സിമേഷൻ ആയിട്ട് നമ്മൾ x6 എന്താ എടുക്കേണ്ടത്? സിക്സ്ത് അപ്രോക്സിമേഷൻ ആയിട്ട് x6 ആണ് എടുക്കേണ്ടത്. ഇൻ ബിറ്റ്വീൻ x3 ആൻഡ് x5 എടുക്കുക. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ ടേക്കിംഗ് x6 ആസ് x3 പ്ലസ് x5 x3 പ്ലസ് x5 ബൈ 2. അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.359375 എന്നാണ് കിട്ടുന്നത്. സോ എഗെയിൻ എഫ് ഓഫ് എക്സിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. എഗെയിൻ നെഗറ്റീവ് വാല്യൂ ആണ് x6 ആയിട്ട് കിട്ടിയത്. അപ്പോൾ x4 നെഗറ്റീവാണ്, x5 നെഗറ്റീവാണ്, x6ഉം നെഗറ്റീവാണ്. അപ്പോൾ തൊട്ട് മുന്നുള്ള വാല്യൂ ആ എൻ പോയിൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇനി സ്റ്റിൽ ഏത് തന്നെ എടുക്കേണ്ടത്? എഗെയിൻ എടുക്കേണ്ടത് x3 തന്നെയാണ്. തൊട്ട് മുന്നുള്ള ആ അപ്രോക്സിമേഷൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്, x6 നെഗറ്റീവ് ആയതുകൊണ്ട്. So again we are taking the root is lying considering the root is lying in between x3 and x6. Thus the seventh approximation is x7 equal to x3 plus x6. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.36711875 ആണ്. Then again f of 2.36711875 എന്നുള്ള ആ വാല്യൂ ആ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് നോക്കുക. അതും എഗെയിൻ നമുക്ക് നെഗറ്റീവ് തന്നെയാണ് കിട്ടുന്നത്. നെഗറ്റീവ് ആയതുകൊണ്ട് എഗെയിൻ ദി റൂട്ട് ഈസ് ലൈങ് ഇൻ ബിറ്റ്വീൻ ദി x7നും തൊട്ട് മുന്നേ വന്നിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് x3 ആണ്. സോ x3ക്കും x7നും ഇടയ്ക്കാണ് ആ വാല്യൂ കിടക്കുന്നതെന്ന് എടുക്കുക. ലെറ്റ് ദി എയ്ത്ത് അപ്രോക്സിമേഷൻ ബി x8 ഈക്വൽ ടു x3 പ്ലസ് x7 ബൈ 2 ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.37109388. അത് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് x8നും അടുത്തത് ഏതാ? തൊട്ട് മുന്നേ വന്നിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ x3 അല്ലേ. കാരണം x4 നെഗറ്റീവാണ്, x5 നെഗറ്റീവാണ്, x6 നെഗറ്റീവാണ്, x7 അതായത് ആ വാല്യൂ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദി റൂട്ട് ഈസ് ലൈങ് ഇൻ ബിറ്റ്വീൻ x3 ആൻഡ് x8 എന്ന് എടുക്കുക. തൊട്ട് മുന്നേ വരുന്ന പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് x3 ആണ്. സോ ദി റൂട്ട് ഈസ് കൺസിഡറിങ് ദി നയൻത്ത് അപ്രോക്സിമേഷൻ ആസ് x9 ഈക്വൽ ടു x3 പ്ലസ് x8 ബൈ 2. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x9ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ 2.3730469 എന്നാണ് കിട്ടുന്നത്. അത് എഗെയിൻ ആ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. സോ എഗെയിൻ ദി റൂട്ട് ഈസ് ലൈങ് ഇൻ ബിറ്റ്വീൻ x3 ആൻഡ് x9 എന്ന് എടുക്കുക. ആ അപ്രോക്സിമേഷൻ നമ്മൾ x8 അടുത്ത റൂട്ടായിട്ട് നമ്മൾ x10നെ കൺസിഡർ ചെയ്യണു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.374025 എന്ന് കിട്ടുന്നു. അത് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടി. അപ്പോൾ x3 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഏതാ? x10 ആണ്. x10ന് കൊടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പോൾ x9 നെഗറ്റീവ് ആയിരുന്നു, x10 നമുക്ക് പോസിറ്റീവ് കിട്ടി. അപ്പോൾ നമുക്കിനി എന്ത് പറയാൻ പറ്റും? x9നും x10നും ഇടയ്ക്കാണ് റൂട്ട് കിടക്കുന്നത്. കാരണം നമുക്ക് അടുത്തടുത്ത ഇൻ്റർവെല്ലിൽ പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നേരത്തെ ഇതിൽ എല്ലാത്തിലും നമുക്ക് ചെയ്തുമ്പോൾ നെഗറ്റീവ് കിട്ടിയതുകൊണ്ടാണ് അതിന് തൊട്ട് മുന്നേ വന്നിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ ആയിട്ട് നമ്മൾ ഇൻ്റർവെല്ല് കൺസിഡർ ചെയ്തിട്ട് അതിനകത്താണ് റൂട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ
x9ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടി, പക്ഷേ x10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് കിട്ടി. സോ ദി റൂട്ട് ഈസ് ലൈയിങ് ഇൻ ബിറ്റ്വീൻ x9 ആൻഡ് x10. Let that approximation be x11 is taking as x9 plus x10 by 2. ആ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 2.3735352 എന്ന് കിട്ടുന്നു. ആ വാല്യൂവിനെ അഗെയിൻ നമ്മൾ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നത് നെഗറ്റീവാണ്. അപ്പോൾ x10 ചെയ്തപ്പോൾ എഫ് ഓഫ് x10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, x11 ചെയ്തപ്പോൾ നെഗറ്റീവ് കിട്ടി. സോ ദി റൂട്ട് ഈസ് ലൈയിങ് ഇൻ ബിറ്റ്വീൻ x10 ആൻഡ് x11. We are taking that root to be as x12 equal to x10 plus x11 by 2. That value is 2.3737794. ആ വാല്യൂ എന്ത് ചെയ്യുക, x12 എന്നുള്ള വാല്യൂ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നത് പോസിറ്റീവാണ്. അപ്പോൾ x11ൻ്റെ വാല്യൂ നെഗറ്റീവായി, x12ൻ്റെ വാല്യൂ പോസിറ്റീവായി. Thus the root is lying in between x11 and x12. We are taking it as x13. The value of x13 is 2.3736573. അഗെയിൻ ആ വാല്യൂ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ x12 പോസിറ്റീവാണ്, x13 പോസിറ്റീവാണ്. അപ്പോൾ അതിന് x13 പോസിറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് എന്തെടുക്കേണ്ട, അതിന് തൊട്ട് മുന്നേ വന്നിരിക്കുന്ന നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ വന്നിരിക്കുന്ന നെഗറ്റീവ് വാല്യൂ ഏതാ, x11 ആണ് നെഗറ്റീവ് വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ദി റൂട്ട് ഈസ് ലൈയിങ് ഇൻ ബിറ്റ്വീൻ x11 ആൻഡ് x13. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. x12 നെഗറ്റീവാണ്, x13 നെഗറ്റീവാണ്. അപ്പോൾ x12 പോസിറ്റീവാണ്, x13 പോസിറ്റീവ് ആയതുകൊണ്ട് തൊട്ട് മുന്നേ വന്നിരിക്കുന്ന നെഗറ്റീവ് വാല്യൂ വേണം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓപ്പോസിറ്റ് സൈൻസ് വേണം നമുക്ക് എടുക്കാനായിട്ട്. സോ അതിന് മുന്നേ വന്നിരിക്കുന്ന നെഗറ്റീവ് വാല്യൂ ഏതാണെന്ന് നോക്കാം. നെഗറ്റീവ് വാല്യൂ വന്നിരിക്കുന്നത് x11 ആണ്. സോ ദി റൂട്ട് ഈസ് ലൈയിങ് ഇൻ ബിറ്റ്വീൻ x11 ആൻഡ് x13. ദസ് the approximation is taking as x14 equal to x11 plus x13 by 2. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.3735963. അഗൈൻ ആ x14 എന്നുള്ള വാല്യൂ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു, x13 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. എഫ് ഓഫ് x13 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂം, എഫ് ഓഫ് x14 എന്ന് പറയുന്നത് എഫ് ഓഫ് x13 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂം, എഫ് ഓഫ് x14 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. സോ ദി റൂട്ട് ഈസ് ലൈയിങ് ഇൻ ബിറ്റ്വീൻ x13 ആൻഡ് x14 എന്നാണ് മീനിങ്. സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ടു ബി ആസ് x15 ഈക്വൽ ടു x13 പ്ലസ് x14 ബൈ 2. ആ വാല്യൂ പറയുന്നത് നമുക്ക് കിട്ടുന്നത് 2.3736268. അതിൻ്റെ വാല്യൂ അഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ x14 x15 കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓൾമോസ്റ്റ് സീറോനോട് അടുത്തടുത്താണ് പോകുന്നത്. കാരണം അത് കുറച്ചും കൂടി സീറോനോട് ക്ലോസ് ആയിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഹെൻസ് ആ റൂട്ട് എന്ന് പറയുന്നത് വിൽ ബി ലൈയിങ് ഇൻ ബിറ്റ്വീൻ x14 ആൻഡ് x15 എടുക്കാം. നമുക്കിനി അപ് ടു 4 ഡെസിമൽ പ്ലേസ് വരെയുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ദി വാല്യൂ വിൽ ബി ഈക്വൽ ടു 2.3736 എന്നുള്ളതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ റൂട്ടായിട്ട് നമുക്കൊരു അപ്രോക്സിമേഷൻ അപ് ടു ദി 4 ഡെസിമൽ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഏതെടുക്കേണ്ടത്, ഇവിടെ നമുക്ക് x14 ചെയ്തപ്പോൾ 2.3735963 എന്ന് കിട്ടി. x15 ചെയ്തപ്പോൾ 2.3736268. അതായത് കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് വാല്യൂ കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ 4 ഡെസിമൽ വെച്ചപ്പോൾ കിട്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാതിരുന്നത് വേറൊന്നുമല്ല, അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവണമെങ്കിൽ നമ്മൾ ആ 4th സ്റ്റെപ്പിൽ വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവില്ല. കാരണം നമുക്ക് ഇവിടെ x4th വാല്യൂ കിട്ടിയത്, x4ൻ്റെ വാല്യൂ കിട്ടിയത് എത്രയോ 2.3125 എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ x14 വരെ ചെയ്തപ്പോൾ നമുക്ക് എന്തായി 2.3736 കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ, കുറച്ചും കൂടി ക്ലോസർ ആയിട്ടുള്ള വാല്യൂ, അതായത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവുന്നത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോഴാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വാല്യൂ സീറോനോട് അടുത്തക്ക രീതിയിൽ കിട്ടുമ്പോഴാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സോ ദി വാല്യൂ ഈസ്
2.3736 4 ഡെസിമൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ x15 ആയിട്ടാണ് നമ്മൾ റൂട്ടായിട്ട് എടുക്കേണ്ടത്. സോ ദി വാല്യൂ ഈസ് 2.3736. ഈ മെത്തേഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ റൂട്ട് ഇട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് കുറച്ചും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ റൂട്ട് എടുക്കേണ്ടത് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് പറഞ്ഞ ഇൻ്റർവെല്ലിലാണ് അതിൻ്റെ റൂട്ട് ഉള്ളത് എന്ന് അപ്രോക്സിമേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ രണ്ടെണ്ണം പോസിറ്റീവായിട്ട് തന്നെ വരികയാണെങ്കിൽ തൊട്ട് മുന്നിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് റൂട്ടാണ് എടുക്കേണ്ടത്. ഇൻ്റർവെല്ലായിട്ട് കൺസിഡറൻ്റ് ഇൻ്റർവെല്ലായിട്ട് ഇൻ ബിറ്റ്വീൻ എടുക്കേണ്ടത്. ഇനി രണ്ട് നെഗറ്റീവ്സ് തന്നെ അടുത്തടുത്ത് വരികയാണെങ്കിൽ തൊട്ട് മുന്നിൽ വന്നിരിക്കുന്ന പോസിറ്റീവും തമ്മിലായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ആ ഒരു മെത്തേഡിലാണ് ചെയ്ത് വരേണ്ടത്. ഈ ഒരൊറ്റ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ